തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് നടപ്പിലാക്കി സ്ഥാനാർത്ഥികൾ. സഫലീകരിച്ചത് ചെങ്ങാലൂർ രണ്ടാംകല്ല് നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ്. പുതുക്കാട് പഞ്ചായത്ത് 12-13 വാർഡുകളിലെ BJP സ്ഥാനാർത്ഥികളായിരുന്ന ബേബി കീടായിയും ജോയ് മഞ്ഞളിയും വോട്ടഭ്യർത്ഥനയുമായി വീടുകളിലെത്തിയപ്പോൾ പ്രദേശവാസികൾ ഇവർക്ക് മുന്നിൽ വെച്ചത് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന നെല്ലായി ഇറിഗേഷൻ കടവിലെ കടത്തുവഞ്ചി പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ്. തങ്ങൾ ജയിച്ചാൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്ന് ഇരുവരും വാഗ്ദാനം നൽകി. ഇവരെ വിശ്വസിച്ച് വോട്ടർമാർ തങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ഇവർക്ക് നൽകി. 12-ാം വാർഡ് എസൻപുരത്ത് ബേബി കീടായിയും 13-ാം വാർഡ് രണ്ടാംകല്ലിൽ ജോയ് മഞ്ഞളിയും വിജയിച്ച് കയറി. ഇതോടെ ഇരുവരും ചേർന്ന് വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നമ്മൾ വീടുകൾ തോറും വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഈ നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവിൽ വഞ്ചി വേണം എന്നുള്ളൊരാവശ്യം. വിജയിക്കുകയാണെങ്കിൽ ആ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ വഞ്ചി ഈ കടവിൽ എത്തിക്കുമെന്നുള്ളൊരു വാഗ്ദാനം നമ്മൾ അവർക്ക് കൊടുക്കണ്ടായി. ആ വാഗ്ദാനം കൃത്യമായി നമ്മൾ പാലിക്കുകയാണ്. നമ്മളിവിടെ വഞ്ചി നമ്മളിവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇനി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കനാൽ ഓഫീസറുടെയും അനുമതിയോട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വഞ്ചി നമുക്ക് കടവിൽ എത്താൻ ഇറക്കാനായിട്ട് സാധിക്കും. ഈ കടവ് കടന്നാൽ കൊടകരയിലേക്ക് 4 കിലോമീറ്ററും അതുപോലെ തന്നെ പുതുക്കാട്ടേക്ക് 4 കിലോമീറ്ററുള്ളൂ. അല്ലെങ്കിൽ ഈ വഞ്ചി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ 12 കിലോമീറ്റർ നമ്മൾ കൊടകരയ്ക്ക് ഇവിടെ നിന്ന് വളഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ വഞ്ചി ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നാട്ടുകാർ വളരെ ആവേശത്തിലാണ്. മണലൂരിൽ നിന്നും എത്തിച്ച കടത്തുവഞ്ചി ഇനി അധികൃതരുടെ പരിശോധനകൾക്ക് ശേഷം ഫിറ്റ്നസ് ഇൻഷുറൻസ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ അനുമതിയോടെ നീറ്റിലിറങ്ങും. വിജയിപ്പിച്ച് ഞങ്ങൾ മെമ്പർമാരാക്കുകയാണെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഈ വഞ്ചി ഞങ്ങളിവിടെ കൊണ്ടുവന്ന് അതിൻ്റെ നിയമസാധ്യതകൾ തേടും, വഞ്ചി ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് നിയമസാധ്യത തേടാനായിട്ട് ഭരണസമിതി നിലവിൽ വന്നിട്ടില്ല. ആയതുകൊണ്ട് തന്നെ കാലതാമസം ഉണ്ടാകും. എന്തായാലും ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു. വഞ്ചി ഞങ്ങളിവിടെ ഞങ്ങൾ റിസൾട്ട് വന്ന അന്ന് തന്നെ ഞങ്ങൾ വഞ്ചി കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തിയത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഞങ്ങളുടെ ഒരു വാക്ക് ഈ ജനങ്ങൾക്ക് നൽകിയത് വഞ്ചിയാണ്. അത് ഞങ്ങളിവിടെ സാധീകരിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കാൻ അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്കും ഒരു അഭിമാനമുണ്ട്. നെല്ലായി ഇറിഗേഷൻ കടവിലെ കടത്തുവഞ്ചി സർവീസിന് 70 വർഷത്തെ പഴക്കമുണ്ട്. 2016-17 കാലഘട്ടത്തിൽ പുതുക്കാട് പഞ്ചായത്ത് ഭരണസമിതി നൽകിയ കടത്തുവഞ്ചിയായിരുന്നു ഇവിടെ യാത്രക്കാർക്ക് ആശ്രയമായിരുന്നത്. ചെങ്ങാലൂർ രണ്ടാംകല്ല് ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് പുതുക്കാട് ദേശീയപാതയിലെത്താൻ ഈ കടത്ത് കടന്നാൽ മതി. അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ നടന്ന് ബസ്സിൽ കയറി 7 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം പുതുക്കാട് ദേശീയപാതയിൽ എത്തിച്ചേരാൻ. ഇവിടുത്തെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 സ്ഥാനാർത്ഥികളായ ജോയിയേലും ബേബിയേലും നമ്മുടെ വീടുകളിലൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് 100% അതിനുവേണ്ടി നല്ല സപ്പോർട്ടും ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതുമാതിരി തന്നെ ബേബി ജയിച്ചു കഴിഞ്ഞാൽ നന്ദി പറയാൻ വരുമ്പോൾ വഞ്ചിയുമായിട്ട് വരികയെന്നാണ് ഇവിടെ എല്ലാ വീടുകളിലും അവൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അവർ കൃത്യമായി വാക്ക് പാലിച്ചു. ഇവിടെ ഒരു വഞ്ചി നല്ല ഒരു വഞ്ചി അവരിവിടെ കൊണ്ടുവന്ന് വാങ്ങി കടവിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇനി അത് വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2020 വെള്ളപ്പൊക്കത്തെ തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിവെച്ചിരുന്ന കടത്തുവഞ്ചി സാമൂഹ്യ വിരുദ്ധർ അഴിച്ചുവിടുകയും വഞ്ചി തകരുകയുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതോടെ കടത്തുവഞ്ചി സർവീസ് തടസ്സപ്പെട്ടു. പ്രദേശവാസികൾക്ക് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടും. 75 വർഷമായിട്ട് ഇവിടെ ഈ വഞ്ചി ഇവിടെ നടന്നിരുന്നു, കടത്ത് നടന്നിരുന്നതാണ്. ഇപ്പം 5 വർഷമായിട്ട് ഇത് ഒരാളാണക്കലിൽ കാട് പിടിച്ചെടുക്കുന്ന അവസ്ഥയാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ ഇവിടെ മത്സരിക്കാൻ വന്ന BJP സ്ഥാനാർത്ഥി ബേബി പറയുന്നതായി, ഞാൻ ജയിക്കുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ വഞ്ചി ഇവിടെ കടത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതിൽ കടന്ന് അക്കരയ്ക്ക് പോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും വിദ്യാർത്ഥികൾക്കൊക്കെ പോകാനായിട്ട് വളരെ സൗകര്യമുണ്ട്. നഷ്ടപ്പെട്ട വഞ്ചിക്ക് പകരം സംവിധാനം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ലെന്നും ഇവർ പറയുന്നു. ഏതായാലും
തങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യമായ കടത്തുവഞ്ചി കടവിലെത്തിയതോടെ വലിയ സന്തോഷത്തിലാണ് നാട്ടുകാർ. ഇലക്ഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് ബേബേൻ്റെ വാർഡിലും ജോയിൻ്റെ വാർഡിലും വന്നിരുന്നു. അപ്പോൾ ഈ ജനങ്ങളുടെ ആവശ്യം വളരെ അത്യാവശ്യമാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. കാരണം ഒരുപാട് കുട്ടികൾ 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഒരു ബസ് കിട്ടി 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സ്കൂളിലേക്ക് പോകുന്നത്, ഈ പുഴയുടെ നേരെ അപ്പുറത്തുള്ള സ്കൂളിലേക്ക്. അപ്പോൾ അതൊരു ആ കുട്ടികളുടെ മറുപടികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് വളരെ അത്യാവശ്യമാണെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും അതിൻ്റെ ഒപ്പം നിന്നു. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം അവർ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവരൊപ്പം തന്നെ നാട്ടുകാർക്കൊപ്പം തന്നെ ഞങ്ങൾ സഹപ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ഉണ്ടാവും. നടപടിക്രമങ്ങൾക്ക് ശേഷം കടത്തുവഞ്ചി നീറ്റിലിറക്കുന്നത് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. ഈ കടത്തുവഞ്ചി നീറ്റിലിറങ്ങുമ്പോൾ ഒരു നാടിൻ്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. അതിന് കാരണമാകുന്നത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൊള്ളയല്ലെന്ന് തെളിയിച്ച ജോയ് മഞ്ഞളിയുടെയും ബേബി കീടായിയുടെയും ഇച്ഛാശക്തിയുടെ ഫലം കൂടിയാണ്. ഈ വഞ്ചിയുടെ നീറ്റിലിറക്കൽ ചടങ്ങ് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ചെങ്ങാലൂർ രണ്ടാംകല്ല് നിവാസികൾ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.